ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളോട് തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മളൊന്ന് പറയാൻ പോകുന്നത് S23 വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ S24 വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ 2024 നമ്മൾ ഏത് ഡിവൈസ് വാങ്ങണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു S23 യൂസറാണ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചുള്ളൂ. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്നിക്കൽ ഒരു അനാലിസിസും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. S24 നമ്മൾ ഈ കാലത്ത് വാങ്ങിക്കുന്നത്, പ്രത്യേകിച്ച് നമുക്കൊരു 12 രൂപ 15 രൂപയൊക്കെ എക്സ്ട്രാ കൊടുക്കേണ്ട വരും S23 വാങ്ങിക്കുന്നത് നഷ്ടമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അതിലത്തെ ആദ്യത്തെ റീസൺ വരുന്നത് അതിൽ എക്സിനോസ് പ്രൊസസ്സർ ഭയങ്കരമായിട്ട് നമുക്ക് ഇനീഷ്യലി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ത്രോട്ടിലിംഗ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ വരാറുണ്ട്. ഇതുവരായിട്ടും അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ടാണ്. പറയുമ്പോൾ ഇതൊരു പുതിയ പ്രൊസസ്സർ ആണെങ്കിലും പക്ഷേ എന്നാലും ഇഷ്യൂ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ കുറേ ഫോറിൻ യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിന് ശേഷം അവരുടെ ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ അവർ ഓൾറെഡി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയ ത്രോട്ടിലിംഗ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാമറാസിലായാലും ഹീറ്റിംഗ് അപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ റെക്കോർഡൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ ചെറുതായിട്ട് ഫ്രെയിം ഡ്രോപ്പ് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് S23 തന്നെയാണ്. ഇതിൽ നമുക്ക് നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ Gen 2 സീരീസാണ് വരുന്നത്. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 months ആയെന്ന് തോന്നുന്നുണ്ട്. എനിക്കിത് നല്ല ഇടിവട്ട ഡീലാണ് കിട്ടും. ഇപ്പം അടുത്ത റീസണാണ് അത്. എന്താ വെച്ചാൽ നമുക്കിത് ഭയങ്കര ഇടിവട്ട ഡീലിൽ നമുക്ക് കിട്ടും. ഞാനിത് 35,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. എങ്ങനെ ഞാൻ 35,000 രൂപ കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ഇട്ടുണ്ട്, പോയി കണ്ടു നോക്കാട്ടോ. ഗുഡ് ഹാപ്പൻസ് ചെയ്യുന്ന ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഓഫേഴ്സും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കുറേ ഡീലുകളും സംഭവങ്ങളൊക്കെ ഇപ്പോൾ S23 സീരീസിന് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് നമുക്കൊരു ഒരു കൊല്ലം എന്താ വെച്ചാൽ ഒരു ജനറേഷൻ മുമ്പത്തെ ഡിവൈസ് ആണല്ലോ. ഇപ്പോൾ S23 ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ആയിട്ടില്ലെങ്കിലും പക്ഷേ അവർ പറയുമ്പോൾ S24 ഇറങ്ങി. ഇനിയിപ്പോൾ S25 ഓൾറെഡി ഇറങ്ങാൻ പോകും. സെപ്റ്റംബറിലൊക്കെ S25 ഒക്കെ ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഓൾറെഡി ഒരു ജനറേഷൻ പഴയ ഡിവൈസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കരമായിട്ട് ഓഫേഴ്സും ഓരോ സ്റ്റോക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ഓഫേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ വാല്യൂ ഓഫ് മണിയിൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് S24 എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വന്നത് AI ഫീച്ചർ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ സാംസങ്ങിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. S23 സീരീസിനും ഫോൾഡ് 5 സീരീസിനൊക്കെ നമ്മുടെ S24 വന്ന എല്ലാ AI ഫീച്ചേഴ്സും കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അതിന് വേണ്ടി S24 പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയും കുറഞ്ഞ വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് നമുക്ക് ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചാടേണ്ട ആവശ്യമില്ല. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്യാമറാസ് ആണ്. ക്യാമറാസ് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്. 90%, 99% സെയിം എന്നാണ് വേണമെങ്കിൽ പറയാം. ചില സമയത്ത് ആക്ച്വലി S23 ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് പ്രൊസസ്സറിൻ്റെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്താ സെൻസേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പ്രൊസസ്സേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോൾകോമിൻ്റെ പ്രോസസ്സിംഗ് ഒരു എന്താ പറയുക സക്സസ് റേറ്റ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഒരു സക്സസ് റേറ്റ് ഇവർക്ക് ഇല്ല, എന്തായാലും എക്സിനോസിന് ഇല്ല. അപ്പോൾ അതിൻ്റെ ചില സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം ഐഡന്റിക്കൽ തന്നെയാണ്. ചില സമയത്ത് നമ്മുടെ S23 ഫോട്ടോസാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ മെയിൻ റീസൺസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ചാടി കയറി S23 തന്നെ എടുക്കാം. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല വാല്യൂ ഫോർ മണി ഡീലിൽ, നല്ല ഡയറക്റ്റ് ഡീൽ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഡീലിൽ തന്നെ നമുക്ക് വിത്ത് ക്രെഡിറ്റ് കാർഡ്സ് ഓഫേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഡീലിൽ നമുക്ക് ഈ S23 സീരീസ് കിട്ടുന്നുണ്ട്. S23 അൾട്ര ആയിക്കോട്ടെ, അതും കിട്ടുന്നുണ്ട്. അപ്പോൾ S23 അൾട്ര, പക്ഷേ S24 അൾട്ര അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിവൈസാണ്. നമുക്ക് അതിൽ Gen 3 ഒക്കെ വരുന്നത്. അത് ആക്ച്വലി ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നിങ്ങളൊരു S24 എടുക്കാനോ അല്ലെങ്കിൽ S24 പ്ലസ് എടുക്കാനോ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയാം, വേണ്ടാന്ന് തന്നെയാണ് പറയാം. അതിനായിട്ട് ഏറ്റവും ബെറ്റർ തന്നെയാണ് S23 സീരീസ് അല്ലെങ്കിൽ S23 പ്ലസ് എടുക്കുന്നത്. അതിന് നല്ലതാ. S23 പ്ലസ് ഇല്ല, പ്ലസ് ഉണ്ട്. എനിക്ക് ഇതിനൊരു ഡൗട്ട്, ഇടയ്ക്കിടയ്ക്ക് സാധനം പ്ലസും സീരീസൊന്നും ഇല്ല. പ്ലസ് ഇല്ലേ? ഇവര് തോന്നിയ സമയത്ത് പ്ലസ് ഇറക്കും, പിന്നെ പ്ലസ് നിർത്തും. അത് കാരണം ആകെ ഡൗട്ടാണ്. അതുപോലെ തന്നെ പണ്ട് നമുക്ക് ഐഫോണിലും ഉണ്ട് പരിപാടി. ഇപ്പോൾ iPhone 14 പ്ലസ് ഉണ്ട്, iPhone 13. അതിലുള്ളത് iPhone 13 ഞാൻ അത് മാറ്റണം, 15ലേക്ക് മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു ഡിഫറൻസും ഇല്ല, വലിയല്ല. ആകെ ഫ്രണ്ടിൽ കാണുന്ന വിഷ്വൽ നമ്മുടെ ഡിസ്പ്ലേയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വേറെ ക്യാമറയിൽ വന്നേക്കുന്ന 14 MP എന്ന് പറയുന്നത് അത് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് ഇട്ടാൽ മാത്രമേ 14 MP വരുള്ളൂ, അല്ലെങ്കിൽ വലിയ സെയിം തന്നെയാണ്. പിന്നെ 24 MP ഫോട്ടോ എടുക്കാന്നുള്ളൊരു ഹൈലൈറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ മാത്രമേ വലിയ ഡിഫറൻസ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്താണ്. ഞാൻ ആക്ച്വലി ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എക്സ്ചേഞ്ച് ഓഫറൊക്കെ ആയിട്ട്, പക്ഷെ പിന്നെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതിലും നമുക്ക് 13 സീരീസിൽ 13 പ്ലസ് ഉണ്ടാകുന്നില്ല, പക്ഷേ 14 തൊട്ട് 14 പ്ലസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആകെ ഡൗട്ടാണ് ഈ സാധനം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.